ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സാങ്കേതിക വിദ്യയാണ് AI. ChatGPT, DeepSeek, വ്യാജ ശബ്ദങ്ങൾ, വീഡിയോകൾ. എന്നാൽ ഒരു വലിയ ചോദ്യമുണ്ട്, ആരാണ് AI നിയന്ത്രിക്കുന്നത്? അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെഗുലേഷൻ ബിൽ പ്രസക്തമാകുന്നത്. യൂറോപ്യൻ യൂണിയൻ, US, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെഗുലേഷൻ ബില്ലിൻ്റെ പണിപ്പുരയിലാണ്. യൂറോപ്യൻ യൂണിയൻ ഇതിനോടകം തന്നെ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞു. USA അതിൻ്റെ അവസാന സ്റ്റേജിലാണ്. ഇന്ത്യയും ഈ ബില്ല് നടപ്പിലാക്കാനുള്ളതിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ്. ആളുകളെ കബളിപ്പിക്കുകയോ ദോഷകരമായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് ഈ നിയമത്തിലുണ്ടാവുക. ആരോഗ്യം, നിയമനം, വിദ്യാഭ്യാസം എന്നിവയിൽ AI ഉപയോഗിക്കുന്നതിനെ ഹൈ റിസ്ക് AI എന്ന് പറയുന്നു. ഇത് കർശനമായ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് ഈ നിയമം വഴി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്തകൾ, ഡീപ് ഫേക്കുകൾ, തിരഞ്ഞെടുപ്പ് ഇടപെടൽ എന്നിവ തടയാൻ ഇത് ലക്ഷ്യമിടുന്നു. എന്നാൽ അപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതുമ നിലനിർത്താനും ഈ ബില്ല് ശ്രമിക്കുന്നുണ്ട്. ലക്ഷ്യം ലളിതമാണ്: AI സുരക്ഷിതവും നീതിയുക്തവും ഉത്തരവാദിത്വമുള്ളതുമായി നിലനിർത്തുക.